ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 30-ാം തീയതി 365-ാമത്തെ ദിവസത്തിലെത്തി. ഇനി പുതുവർഷത്തിലേക്ക് എത്താനായിട്ട് വെറും 2 ദിനങ്ങളെ ബാക്കിയുള്ളൂ. ഉത്തമമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും കുറച്ച് മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനും അനുയോജ്യമായ സമയമാണ് ഒരു പുതുവർഷത്തിൻ്റെ തൊട്ടടുത്തുള്ള ദിനങ്ങൾ. അല്പമെങ്കിലും ആത്മാർത്ഥതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം. നല്ല തീരുമാനങ്ങൾ എടുക്കുക, എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക. ഇവ രണ്ടും വ്യത്യസ്തമായ കഴിവുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾക്കുള്ള കഴിവും ഒരുപോലെയുള്ളവർ കുറവാണ്. ഇവ രണ്ടുമുള്ളവരാണ് ശരിക്കും മഹാന്മാരായിട്ട് ലോകത്തിൽ മാറുന്നത്. കൊറോണയുടെ ആ വൈറസ് പടർത്തുന്ന മഹാവ്യാധിയുടെയും പിടിയിലായ ലോകം എന്തൊരു പ്രത്യാശയോടും അളവില്ലാത്തത്ര പ്രതീക്ഷയോടും കൂടിയാണ് പുതിയ വർഷത്തെ വരവേൽക്കുവാനായിട്ട് ആത്മീയമായും ഭൗതികമായും എല്ലാ വിധത്തിലും ഒരുങ്ങുന്നത്. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷ പുലരിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ നല്ല ഒരുക്ക നേരത്ത് നാം സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മറക്കേണ്ടത് മറക്കുക. അടുത്തത്, ഓർക്കേണ്ടത് ഓർക്കുക. മറവിയെപ്പറ്റി പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായും ബുദ്ധിക്ഷയത്തിൻ്റെ സൂചനയായും മറവിയെ വിലയിരുത്തുന്നവരുണ്ട്. അൽഷിമേഴ്സ് എന്നു പേരുള്ള മറവി രോഗമാവട്ടെ ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നുമുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അലസതയുടെയും ഉദാസീനതയുടെയും തെളിവായും മറവിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സൂക്ഷ്മവും സത്യസന്ധവുമായ അപഗ്രഥനത്തിൽ മറവി ചിലപ്പോഴൊക്കെ ഒരു അനുഗ്രഹമായും എടുക്കാവുന്നതാണ്. ദൈവം തന്ന വരദാനങ്ങളിൽ ഒന്നായിട്ട് തന്നെ കാണാമോ? എല്ലാം നാം ഓർത്തിരിക്കുകയാണെങ്കിൽ ജീവിതം എത്ര ദുഃഖപൂർണമാണ്, എന്തുമാത്രം ദുരിതം നിറഞ്ഞതായി അത് ദുർവഹമായി അനുഭവപ്പെടും. എന്തൊക്കെയാണ് നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ? നമ്മുടെ സ്വസ്ഥതയ്ക്കും മനഃശാന്തിക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും പലതും വിസ്മരിക്കേണ്ടത് ആവശ്യമത്രേ. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള കഴിവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നാം മറക്കേണ്ടത്? അതും 2 കാര്യങ്ങളാണ്. ഒന്ന്, നഷ്ടപ്പെട്ട അവസരങ്ങളെ നമുക്കൊന്ന് മറക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ട അവസരങ്ങൾ അനവധി ഉണ്ടാവും. അവയെപ്പറ്റി ഓർത്ത് അയവിറക്കിക്കൊണ്ടിരുന്നാൽ അത് ആത്മപീഡയിലേക്കും ആത്മനിന്ദയിലേക്കും നിരാശാബോധത്തിലേക്കും നമ്മളെ എത്തിക്കും. ഭൂതകാല സ്മരണയിൽ നാം നമ്മളുടെ കർമ്മശേഷിയെ നശിപ്പിച്ച വർത്തമാനകാലത്തിൽ ഇങ്ങനെ മരവിച്ച് ഇരിക്കുകയാണ്. ഈ ഒരു വർത്തമാനകാലമെന്ന ആ യാഥാർത്ഥ്യ നേരത്തെ തിരിച്ചറിയുക. ഞാൻ എന്തെല്ലാം ആകുമായിരുന്നു, അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും നഷ്ടവിചാരങ്ങൾ അവരവരെ കാർന്ന് തിന്നുന്നത്. നമുക്ക് പ്രധാനം ഇന്നുള്ള ജീവിതമാണ്. ഇതിനെ ആശ്രയിച്ചാണ് നാളത്തെ അനുഭവം രൂപപ്പെടുക. മഹത്തായ ഇന്നും നമുക്കൊട്ടും പിടിയില്ലാത്ത അജ്ഞാതമായ നാളെയുമാണ്
നമ്മുടെ മുമ്പിലുള്ളത്. ജവഹർലാൽ നെഹ്റു ഇങ്ങനെ മിക്കപ്പോഴും പറയാറുണ്ടത്രേ, ഭൂതകാലമല്ല വർത്തമാനകാലത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഈ ഒരു ഇന്നിനെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാനായിട്ട് അത്തരമൊരു പുത്തൻ ഭാവത്തോട് വിചാരത്തോടുകൂടി പുതുവർഷത്തിലേക്ക് നടന്നു കയറാനും ഓരോരുത്തർക്കും പറ്റട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.